വെൽക്കം ടു ShynzYarnArt. എൻ്റെ പേര് ഷൈനി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 to 6 months ബേബി ഹെഡ് ബാൻഡ് ആണ്. ഈ ഹെഡ് ബാൻഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്താൽ നമ്മൾ ഹെഡ് ബാൻഡ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ക്രൂഷേ മാത്രം യൂസ് ചെയ്താണ് ഈ ഹെഡ് ബാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഹെഡ് ബാൻഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അപ്പോൾ നമുക്ക് ഹെഡ് ബാൻഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഹെഡ് ബാൻഡ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് യാണാണ്. 4 പ്ലേ യാണാണ് എടുത്തിരിക്കുന്നത്. പിങ്ക് ആൻഡ് വൈറ്റ് കളർ യാണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഹുക്ക് 4.5 mm സൈസ് ഹുക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് മെഷർമെൻറ്റ് ടേപ്പ്, ലാസ്റ്റായിട്ട് യാൺ നീഡിൽ. ഇത്രയും തിങ്സാണ് ഹെഡ് ബാൻഡ് ചെയ്യാൻ ആവശ്യമുള്ളത്. ആദ്യം യാൺ എടുക്കുക. യാൺ എടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യണം. സ്ലിപ്പ് നോട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ഹാൻഡുള്ള യാണിനെ ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്ത് വീണ്ടും വർക്കിംഗ് സൈഡ് യാണിനെ ബാക്കിലോട്ട് കൊണ്ടുപോയി റൗണ്ടിനുള്ളിൽ കൂടി പുറത്തെടുക്കുക. യാണിനെ വലിച്ച് പുറത്തെടുക്കുക. ഇപ്പോൾ ലൂപ്പ് ക്രിയേറ്റ് ആയി. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഇനി സ്ലിപ്പ് നോട്ടിനുള്ളിലോട്ട് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് രണ്ട് വശവും വലിക്കുമ്പോൾ യാൺ സെക്യൂർ ആയിക്കോളും. എന്നിട്ട് യാൺ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടുക. 1 2 3 4 5 6 7 ടോട്ടൽ 7 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇട്ടിട്ട് ചെയിനിനെ ടേൺ ചെയ്യണം. ടേൺ ചെയ്തിട്ട് ബമ്പ് കാണുന്നില്ലേ ഓരോരോ ചെയിനിൻ്റെ ഇടയ്ക്കും, ആ ബമ്പിലാണ് ഇനി നമ്മൾ ഡബിൾ ക്രൂഷ്യ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴേ പെർഫെക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രൂഷ്യ ചെയ്യാനായിട്ട് ഫസ്റ്റ് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിലോട്ട് ഡബിൾ ക്രൂഷ്യ ചെയ്യുക. ഫസ്റ്റ് 2 ചെയിനെയാണ് ഇവിടെ സ്കിപ്പ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഡബിൾ ക്രൂഷ്യ ചെയ്യുക. ഫസ്റ്റ് 2 ലൂപ്പ്, നെക്സ്റ്റ് 2 ലൂപ്പ്, ലാസ്റ്റ് 2 ലൂപ്സ്. അങ്ങനെ നെക്സ്റ്റ് സ്റ്റിച്ചിലും ഡബിൾ ക്രൂഷ്യ ചെയ്യുക. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലും ഡബിൾ ക്രൂഷ്യ ചെയ്യുക. ഓരോരോ സ്റ്റിച്ചിലും ഓരോരോ ചെയിൻ സ്റ്റിച്ചിലും ഡബിൾ ക്രൂഷ്യയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറ്റ സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്താണ് ഈ ഹെഡ് ബാൻഡ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡബിൾ ക്രൂഷ്യ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ചെയിൻ സ്റ്റിച്ചിലും ഡബിൾ ക്രൂഷ്യ ഇടുക. നെക്സ്റ്റ് ചെയിനിലും ഡബിൾ ക്രൂഷ്യ. ലാസ്റ്റ് ചെയിനിലും ഡബിൾ ക്രൂഷ്യ ചെയ്യാം. ലാസ്റ്റ് ചെയിനിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിനിലും ഡബിൾ ക്രൂഷ്യ ചെയ്യണം. ഓക്കെ, ഡബിൾ ക്രൂഷ്യ ചെയ്ത് അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഡബിൾ ക്രൂഷ്യ ചെയ്ത് കഴിഞ്ഞു. ടോട്ടലായിട്ട് നമുക്ക് നോക്കാം എത്ര ഡബിൾ ക്രൂഷ്യ ഉണ്ടെന്ന്. 1 2 3 4 5 6 ഡബിൾ ക്രൂഷ്യ ഉണ്ട്. നമ്മൾ ആ 2 ചെയിനെയും കൂടി ഡബിൾ ക്രൂഷ്യ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടോട്ടലായിട്ട് 6 ഡബിൾ ക്രൂഷ്യ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് റോ 1 ആണ്. റോ 2 ചെയ്യാനായിട്ട് ചെയിൻ 2 ഇടുക. 1 2 ചെയിൻ 2 ഇട്ടിട്ട് ടേൺ ചെയ്യണം. ചെയിൻ 2നെ നമ്മൾ ഡബിൾ ക്രൂഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് ഈ 2 ഡബിൾ ക്രൂഷ്യയിലും ഇടയ്ക്കാണ് ഇടാൻ പോകുന്നത്. റോ 2 വന്ന് നമ്മൾ ആ 2 ഡബിൾ ക്രൂഷ്യയ്ക്കും ഈ 2 ഡബിൾ ക്രൂഷ്യയ്ക്കും ഇടയ്ക്കാണ് സ്റ്റിച്ച് ഇടാൻ പോകുന്നത്. നമ്മൾ ഡബിൾ ക്രൂഷ്യ ചെയ്യുന്നത് ഈ സ്റ്റിച്ചിനുള്ളിലാണ് ഡബിൾ ക്രൂഷ്യ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിതിലല്ല സ്റ്റിച്ച് ഇടുന്നത്. ഈ 2 ഡബിൾ ക്രൂഷ്യയുടെയും ഇടയ്ക്കാണ് സ്റ്റിച്ച് ഇടുന്നത്. റോ 2 നമ്മൾ അവിടെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 ഡബിൾ ക്രൂഷ്യയുടെ ഇടയ്ക്കായിട്ട് ഡബിൾ ക്രൂഷ്യ ഇടുക. ഈ റോ കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ക്രൂഷ്യയാണ്. ആ 2 ചെയിൻ സ്റ്റിച്ചിനും 2 ഡബിൾ ക്രൂഷ്യയ്ക്കും ഇടയിലോട്ടാണ്, നടുക്കായിട്ടാണ് ഇടുന്നത്. ഓക്കെ,
ആ 2 ചെയിൻ ഡബിൾ ക്രോഷേയുടെയും നടുക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഈ സ്റ്റിച്ചിൻ്റെ താഴോട്ട് ഡബിൾ ക്രോഷേ. അപ്പോൾ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ചെയിൻ 2 ചെയിന് ഡബിൾ ക്രോഷേ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിലും കൂടി നമ്മൾ സ്റ്റിച്ച് ഇടണം. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി ഡബിൾ ക്രോഷേ ഇടുക. അപ്പോൾ ടോട്ടലായിട്ട് 6 ഡബിൾ ക്രോഷേ ആയിട്ടുണ്ട്. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത റോയും ഇതേപോലെയാണ് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 2 ഇടുക. ചെയിൻ 2 ഇട്ടിട്ട് ടേൺ ചെയ്യണം. ടേൺ ചെയ്തിട്ട് നെക്സ്റ്റ് റോയിലും ഈ 2 ഡബിൾ ക്രോഷേക്കും ഇടയിലോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ഇടാൻ പോണത്. ഡബിൾ ക്രോഷേ ചെയ്യുന്നത് ഈ 2 ഡബിൾ ക്രോഷേയുടെയും നടുക്കോട്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ഇടുന്നത്. ഈ റോ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത്. ഈ റോ എന്ന് മാത്രമല്ല, നമ്മൾ ഈ ഹെഡ് ബാൻഡ് ഫുള്ളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര വലിപ്പത്തിന് വേണോ, അതായത് നീളം ലെങ്ത് എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടേ ഇരിക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ. ഈ ഒറ്റ സ്റ്റിച്ച് മാത്രമാണ് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എത്ര റോ വേണോ അത്രയും റോ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് റോയിൽ ചെയിൻ 2 ഇടുക, ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് 2 സ്റ്റിച്ചിനും ഇടയിലോട്ട് ഡബിൾ ക്രോഷേ ചെയ്യുക. ഈ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് എത്ര ലെങ്ത് വേണോ അത്രയും ലെങ്ത് വരെ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് എത്ര ലെങ്ത് വരെ വേണോ ആ ലെങ്ത് വരെ കണ്ടിന്യൂ ചെയ്യുക. സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യാം. എത്ര ലെങ്ത് വരെ ഞാൻ ചെയ്തു എന്നുള്ളത് ഞാൻ എൻഡിൽ ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സെയിം പാറ്റേൺ തന്നെ നിങ്ങളും കണ്ടിന്യൂ ചെയ്യുക. ബേബിയുടെ ഹെഡിൻ്റെ സർക്കംഫറൻസ് അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 13 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് കുറച്ച് ചെയ്യുക. നമുക്ക് എത്ര ലെങ്ത് വരെ വേണോ അത്രയും ലെങ്ത് വരെ ചെയ്തിട്ട് കാണാം. ഓക്കെ, നിങ്ങളും കൂടി കണ്ടിന്യൂ ചെയ്യുക, നമുക്ക് കാണാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള ലെങ്ത് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലെങ്ത് എത്രയാണെന്ന് ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. ടേപ്പ് എടുത്ത് വെച്ചിട്ട് മെഷർ ചെയ്യാം. ഞാനിവിടെ 13.5 വരെയാ 5 ഇഞ്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹെഡ് ബാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി യാൺ സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്യാനായിട്ട് ചെയിൻ 1 ഇടുക. ചെയിൻ 1 ഇട്ടിട്ട് കുറച്ച് യാൺ നീളത്തിൽ വിടണം. എന്തിനാന്ന് വെച്ചാൽ 2 സൈഡും കൂടി ഈ 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വേണം സെക്യൂർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് കുറച്ച് യാൺ നീളത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ കണക്കിന് യാൺ കുറച്ച് വിട്ടിട്ട് യാണിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഈ യാണിനെ പുറത്തെടുക്കുക, വലിച്ച് പുറത്തെടുത്ത് ആ സ്റ്റിച്ചിനെ അവിടെ സെക്യൂർ ചെയ്യണം. ഓക്കെ, സെക്യൂർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ 2 സൈഡും കൂടി സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്ത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് യാൺ നീഡിൽ എടുക്കുക. യാൺ നീഡിൽ എടുത്ത് യാണിനെ കോർക്കണം. യാണിനെ യാൺ നീഡിൽ കോർത്തെടുത്തതിന് ശേഷം ഈ 2 സൈഡും കൂടി തുന്നണം. ഈസിയാണ് കേട്ടോ, തുന്നാനൊക്കെ വളരെ ഈസിയാണ്. ഓരോരോ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടി ഓരോരോ ചെയിൻ കാണില്ലേ, ഓരോരോ ലൂപ്പ് കാണുമല്ലോ, ആ ലൂപ്പിൻ്റെ ഇടയിൽ കൂടി സ്റ്റിച്ച് ഇട്ടാൽ മതി. വളരെ ഈസിയാണ് സ്റ്റിച്ച് ഇടാനായിട്ട് കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കണം. കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ.
ഇങ്ങനെ ഓരോരോ ആ ചെയിൻ സ്റ്റിച്ച് വരുന്നില്ലേ, ചെയിൻ സ്റ്റിച്ച് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഓരോരോ ലൂപ്പ്, ഓരോരോ ലൂപ്പിനുള്ളിൽ കൂടി ഇതുപോലെ നീഡിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തുന്നി എടുക്കണം. സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. ഈസിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് 6 ഡബിൾ ക്രോഷ്യ ഉണ്ട്. ഇങ്ങനെ 6 ഡബിൾ ക്രോഷ്യൻ്റെയും സ്റ്റിച്ചിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ആ 6 ഡബിൾ ക്രോഷ്യയുടെ ലൂപ്പിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. ഹെഡ് ബാൻഡ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നടുക്കായിട്ട് ഒരു ഫ്ലവർ ചെയ്ത് വയ്ക്കാം. ഫ്ലവറും കൂടി ചെയ്ത് വയ്ക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഒരു ഫ്ലവർ ചെയ്യാം. ഇതുപോലെ ഫ്ലവർ ചെയ്തിട്ട് എങ്ങനെയാണ് ഹെഡ് ബാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കേണ്ടതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഹെഡ് ബാൻഡ് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.